ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ സ്പെഷ്യലായിട്ട് ഒരു ചോക്ലേറ്റ് റഫിൾ കേക്ക് ഉണ്ടാക്കാൻ പോണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിനായി ഒരു കപ്പ് ഫ്ലോർ എടുക്കുന്നുണ്ട്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ട് 3 വലിയ മുട്ടയാണ് എടുക്കുന്നത്. കുറച്ച് ബീറ്റ് ആകുമ്പോൾ അതിലേക്ക് 3/4 കപ്പ് ഷുഗർ കുറേശ്ശെ ആഡ് ചെയ്തൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാര ആയതുകൊണ്ടാണ് 3/4 കപ്പ് എടുത്തിട്ടുള്ളത്. ഇനി പൊടിച്ച പഞ്ചസാര ആണെങ്കിൽ 1 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ആയി വരുമ്പോൾ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ. 3 ടേബിൾ സ്പൂൺ മിൽക്കിലേക്ക് 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് മിക്സ് ചെയ്ത് നേരത്തെ മാറ്റി വെച്ചായിരുന്നു. അത് കുറേശ്ശെ ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് 8 ഇഞ്ചിൻ്റെ പാനിൽ വെച്ചൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് സ്റ്റാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുക്കാം. ഇനി അത് ബീറ്റ് ആയിരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ബൂസ്റ്റും കൂടെ ചേർത്തൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 1/2 കപ്പ് പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ചേർത്ത് അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കേക്ക് ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം. അതിനായിട്ട് കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചിട്ട് നമുക്കതൊന്ന് ഷുഗർ സിറപ്പ് വെച്ചൊന്ന് വെറ്റാക്കി കൊടുക്കാം. ഇതിലേക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ക്രീം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് മെയ്ഡ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും അതുപോലെ തന്നെ ബദാമും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ ലെയറും ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ അവസാന ലെയർ കേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഫുള്ളായിട്ടൊന്ന് ക്രീം വെച്ച് കവർ ചെയ്തെടുക്കാം. അങ്ങനെ കേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്തതിന് ശേഷം ഒരു 1/2 അവർ ഫ്രിഡ്ജിൽ വെച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ കേക്ക് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ചോക്ലേറ്റ് ഗണാഷ് കേക്കിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ കവർ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്ന് എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ കേക്കായിരുന്നു. അപ്പോൾ ഒരു സർപ്രൈസൊക്കെ കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അച്ഛൻ നേരത്തെ കേക്ക് കണ്ടുകൊണ്ട് എൻ്റെ സർപ്രൈസൊക്കെ പൊളിഞ്ഞു. എങ്കിലും കുഴപ്പമുണ്ടായില്ല, എല്ലാവരും ഉള്ളതുകൊണ്ട് നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ കേക്ക് എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. Dear Acha, happy birthday. എങ്ങനെയുണ്ട് കേക്ക്?